പർവ്വതങ്ങളെക്കാൾ ഉയരം, സമുദ്രങ്ങളെക്കാൾ ആഴം. ചൈന പാകിസ്ഥാൻ ബന്ധത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രയോഗമാണിത്. ചൈനയും പാകിസ്ഥാനും തമ്മിൽ ദീർഘകാലത്തെ നയതന്ത്ര ബന്ധമാണുള്ളത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സൗഹൃദത്തിന് സുദീർഘമായ ചരിത്രമുണ്ട്. നിലവിൽ കശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണ സാഹചര്യത്തിൽ ഉടലെടുത്തിരിക്കുന്ന ഇന്ത്യ പാക് സംഘർഷാന്തരീക്ഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചൈന പാകിസ്ഥാൻ ബന്ധം ഒരിക്കൽ കൂടി ചർച്ചയാകുന്നത്. പഹൽഗാമിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നാണ് ചൈന ആവശ്യപ്പെട്ടത്. പാകിസ്ഥാന്റെ പരമാധികാരത്തെയും സുരക്ഷയെയും സംബന്ധിച്ച ആശങ്ക പൂർണ്ണമായും മനസ്സിലാക്കുന്നുവെന്നാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുടെ പ്രസ്താവനയിൽ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 1950-ൽ ചൈനീസ് ആഭ്യന്തര യുദ്ധത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ വിജയിച്ചതിന് പിന്നാലെ മാവോ സെഡോങ്ങിന്റെ നേതൃത്വത്തിലുള്ള ചൈനയാണ് പാകിസ്ഥാൻ അംഗീകരിച്ചത്. അന്നു മുതൽ ആരംഭിച്ച സുദൃഢ ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ. ഐക്യരാഷ്ട്രസഭയടക്കമുള്ള വേദികളിൽ ചൈന പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നത് ലോകം പലപ്പോഴും കണ്ടിട്ടുണ്ട്. പാകിസ്ഥാനുമായി ഇന്ത്യ സംഘർഷത്തിലായിരിക്കുക എന്നത് ചൈനയ്ക്ക് ഗുണകരമായ കാര്യമാണ്. നിയന്ത്രണ രേഖയിൽ നിന്ന് ഇന്ത്യയുടെ ശ്രദ്ധ തെറ്റിക്കാൻ അത് സഹായിക്കുമെന്ന് ചൈനയ്ക്കറിയാം. പാകിസ്ഥാന് സൈനികമായും സാമ്പത്തികമായും സഹായം നൽകുന്നതുകൊണ്ട് ദക്ഷിണേഷ്യയിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇന്ത്യയുടെ സ്വാധീനത്തെ തടയാൻ കഴിയുമെന്ന് ചൈന വിശ്വസിക്കുന്നു. ചൈന പാകിസ്ഥാനിൽ വൻതോതിൽ സാമ്പത്തിക നിക്ഷേപം നടത്തുന്നതിന്റെ തെളിവാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയും അതിന്റെ ഭാഗമായുള്ള ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവും. 2024-ൽ പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധി വഷളായതിനു പിന്നാലെ ചൈന പാകിസ്ഥാനുള്ള സാമ്പത്തിക സഹായം ഇരട്ടിയാക്കി. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പദ്ധതികളുടെ ആക്കവും കൂട്ടി. പാകിസ്ഥാന്റെ വ്യോമ നാവിക നിരീക്ഷണ സംവിധാനങ്ങളെ നവീകരിക്കുന്നതിൽ ചൈന സഹായിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയുമായുള്ള നേർക്കുനേർ ഘട്ടങ്ങളിൽ പാകിസ്ഥാന് ഗുണകരമാകുന്നു. എന്നാൽ ചൈന പാകിസ്ഥാന് നൽകുന്ന അകമഴിഞ്ഞ പിന്തുണ തീർത്തും സൗജന്യമല്ല. ഗ്വാദർ തുറമുഖത്തിലടക്കമുള്ള വ്യക്തമായ താൽപ്പര്യങ്ങൾ ചൈനയ്ക്കുണ്ട്. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാനും ചൈനയുമായുള്ള സൈനിക സഹകരണം പ്രധാനപ്പെട്ടതാകുന്നത്. മേഖലയിൽ ഇന്ത്യയുടെയും സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും സ്വാധീനത്തെ ചെറുക്കുന്നതിനായാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സൈനിക സഹകരണം ആരംഭിക്കുന്നത്. സമീപ വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളും ഈ ബന്ധം നിരവധി സൈനിക പദ്ധതികളിലൂടെ ശക്തമാക്കി. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നതനുസരിച്ച് പാകിസ്ഥാനാണ് ചൈനയിൽ നിന്ന് ഏറ്റവും അധികം ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യം. ഗ്വാദറിലെ ആഴക്കടൽ തുറമുഖ നിർമ്മാണത്തിലും ചൈനയുടെ സൈനിക താൽപ്പര്യങ്ങളുണ്ട്. അവിടെയാണ് പുതിയ സിൽക്ക് റോഡ് നിർമ്മാണത്തിന്റെ പ്രാധാന്യം. നേരത്തെ പറഞ്ഞ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായ വൺ ബെൽറ്റ് വൺ റോഡാണ് ന്യൂ സിൽക്ക് റോഡ്. പണ്ട് ചൈനയിൽ നിന്ന് റോമിലേക്ക് നീണ്ടിരുന്ന വ്യാപാര പാതയാണ് സിൽക്ക് റോഡ്. ആ പാതയുടെ പുനരുജ്ജീവനമാണ് ചൈന ഇപ്പോൾ സാധ്യമാക്കുന്നത്. ചൈനീസ് നേവിയുടെ ലോഞ്ച് പാഡായാണ് ഇന്ത്യയും അമേരിക്കയും ഗ്വാദർ തുറമുഖത്തെ കാണുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ സ്വാധീനം ശക്തമാക്കാൻ അത് ഉപകരിക്കും. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് പാക് നാവികസേനയ്ക്കായി രണ്ടാമത്തെ മുങ്ങിക്കപ്പൽ ചൈന നിർമ്മിച്ചതായി അസോസിയേറ്റഡ് പ്രസ് അടക്കമുള്ള ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത്. വുഹാനിലാണ് കപ്പൽ നിർമ്മിച്ചത്. ചൈനയിൽ നിന്ന് വാങ്ങാൻ പാകിസ്ഥാൻ കരാറിലെത്തിയ 8 ഹാങ്ങർ ക്ലാസ് അന്തർവാഹിനികളിൽ ഒന്നാണിത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ചൈന ആർക്കൊപ്പമായിരിക്കുമെന്നത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. 1950 മുതൽ ആരംഭിച്ച ഈ ബന്ധത്തിന്റെ ആഴവും പരപ്പും വ്യക്തമാക്കുന്നതാണ് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ചൈനീസ് നിലപാട്. ചൈനയുടെ സഹായത്തോടെയാണ് പാകിസ്ഥാൻ ആണവശക്തിയായത്. പാകിസ്ഥാന്റെ മിസൈൽ സംവിധാനത്തെ കരുത്തുറ്റതാക്കുന്നതിലും ചൈനയ്ക്ക് പങ്കുണ്ട്. പാകിസ്ഥാനെ നേരിടുമ്പോൾ ഇന്ത്യ ഇരട്ട പോർമുഖമായിരിക്കും തുറക്കുക എന്നത് വ്യക്തം. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേഷ്യയിലെ അന്താരാഷ്ട്ര സഹകരണം പ്രധാനമാണ്.